ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പോകുന്നത് എന്ന് ഇപ്പോഴെല്ലാവരും സമ്മതിച്ചിരിക്കുക. UDF-ലെ പടലപണക്കവും കുഴപ്പവും ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിപ്പോഴും തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പുതിയ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാനില്ല. എല്ലാ വികസന പ്രവർത്തനത്തെയും പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞവരാണവർ. ഒരു വികസനത്തെയും ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് പരസ്യ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ UDF-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ. അവർക്ക് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഏറ്റവും ശക്തമത്തായ തിരിച്ചടി, കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു പങ്കും വഹിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഒരു പ്രവർത്തനത്തിലും അവർക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടില്ല. വിമർശനാത്മകമായ രീതിയിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു എന്നല്ല, ഒരു വിമർശനവും ഉന്നയിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് ഞങ്ങളെല്ലാ വികസന പ്രവർത്തനത്തിനും എതിരാണ് എന്ന പ്രചാരവേദിയാണ് അവർ നടത്തിയത്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ UDF-ഉം BJP-യും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഞാൻ പറഞ്ഞു നോക്കാം, അതായിരിക്കും തിരിച്ചടി. ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി അതായിരിക്കും. കാരണം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. ഞങ്ങളൊരു വികസന പ്രവർത്തനത്തിലും പങ്കാളിയാവുകയും ചെയ്യില്ല. കേന്ദ്ര ഗവൺമെൻറ് നമുക്കെതിരായിട്ട് നടത്തുന്ന അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമത്തെ പ്രതിരോധത്തെ ചെറുക്കുന്നതിന് UDF ഇല്ല. ഇതാണ് കേരളത്തിൻ്റെ ഭാഗമായി അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നമായിരിക്കും കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് പുതിയ കേരളം സൃഷ്ടിക്കുമെന്നാണ്. അത് പറയല്ല ചെയ്യുന്നത്, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അതാണ് ജനങ്ങൾ കൃത്യമായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയില്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം വല്ല ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി കോടിക്കണക്കിന് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിച്ചതിന് വേണ്ടിയുള്ള നേതൃത്വപരമായ പങ്കുവഹിച്ച് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്ത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് 10ാമത്തെ കൊല്ലം ഈ കേരളത്തിലുള്ളത്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഏറ്റവും കരുത്തുറ്റ ആയുധം. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയാൻ പോകുന്ന രണ്ട് കാര്യം. ഒന്ന്, UDF ഉൾപ്പെടെയുള്ള ശക്തികൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുമായി ചേർന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. 2, എല്ലാ വികസന പ്രവർത്തനത്തിനും എതിരായിട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഇതിൽ രണ്ടിനെയും, ഈ രണ്ട് നിലപാടിനെയും ഫലപ്രദമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു. അത് കൃത്യമായിട്ട് ശരിയായ നിലപാടിലൂടെ അവർ കൈകാര്യം ചെയ്യുന്നു. അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച 3ാം ടേമിലേക്ക് കടക്കാനുള്ള സൗകര്യമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ നോമിനേഷൻ ഏതാണ്ട് കൊടുത്തു തീർക്കുന്ന നാളത്തോടുകൂടി നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 110 സീറ്റാണ് ഉന്നം വെക്കുന്നത്. അതിനെ കൂടി ആ സാഹചര്യം കൂടിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ല. കണ്ണൂരും അങ്ങനെയാണ്, ഒരു സംശയവും വേണ്ട. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു, ഒന്നും പറയാനുണ്ട്. തമ്മിലടിയാണ്. ഇവിടെ കേരളത്തിലല്ലേ, അത് ഞങ്ങൾക്ക് 5.5 ലക്ഷം, ഞാൻ പറഞ്ഞു 5.5 ലക്ഷം പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു 2.5 ലക്ഷം അനുഭവി ഗ്രൂപ്പുണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് ഇവിടെ ഈ കേരളത്തിൽ. അതിൻ്റെ അകത്ത് 4-5 ആൾ തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം പുറത്താക്കപ്പെടുകയും ചെയ്താൽ ആ പുറത്താക്കപ്പെട്ടവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് എന്നാണോ നിങ്ങളുടെ ധാരണ? അതായ സത്യതാവാണ്. തമ്മിലടി ഒരു തമ്മിലടിയില്ല. എല്ലാവരും പോയി. കോൺഗ്രസിൽ ഇനി ആരെങ്കിലും പോകാൻ ബാക്കിയില്ല. മിക്കവാറും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് സ്ഥാനാർത്ഥി വ്യവസായിയാണ്. അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസം ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതും തള്ളിക്കളി അസംബന്ധാണെന്ന്, കളവാണെന്ന്, നുണയാണെന്ന്. പിന്നെ വേറെന്താ പറയണ്ടേ? അയാൾ അവിടെ തന്നെ വന്നല്ലോ. അല്ല, ഞങ്ങൾ സഹയാത്രികയെല്ലാം ചെയ്ത് നിർത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ.
ആരാട്ടിൻ്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ, അതിനെ കാണുകയുള്ളൂ. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയും, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ശ്രമിച്ച ആളുകളുണ്ടാവും. അവരെ പരമാവധി ഞങ്ങൾ പാർട്ടിക്കകത്ത് നിർത്താനാണ് ശ്രമിക്കുക. ഒരു ഗത്യന്തരമില്ലാതെ വന്നാൽ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. അതാണ് ഇവിടെ PK ശശിയുടെ സ്ഥിതി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിൽ മത്സരിക്കുന്ന രണ്ടാളുടെയും സ്ഥിതി, അതുപോലെ തന്നെ G. സുധാകരൻ്റെ സ്ഥിതി. ഇതെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടല്ല, അവരെടുത്ത നിലപാടിൻ്റെ മേലെ തിരുത്തൽ പ്രക്രിയയിൽ അവർക്ക് പാർട്ടിയോടൊപ്പം നിൽക്കാൻ സാധിക്കാതെ കൊണ്ട് പുറത്താക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇതിനെ കൂട്ടിക്കുഴക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം സംശയമുണ്ട്. 10 വർഷം അധികാരത്തിൽ വന്നതിന്റെ ഭാഗമാണ് ഈ പാർലമെന്ററി വ്യാമോഹം പാർട്ടിക്കകത്ത് കൂടുതൽ വരുന്നതിന്റെ കാരണം എന്നാണ് നിങ്ങൾക്ക് ഈ ചരിത്രം മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിങ്ങളെല്ലാം പത്രപ്രവർത്തകരല്ലേ, നന്നായിട്ട് പാർട്ടിയുടെ തന്നെ ചരിത്രം കൂടി വായിക്കപ്പെടുക. നിങ്ങൾക്കറിയോ, തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ആരാ കേരളത്തിൽ? തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തൂക്കുമരം സമ്മാനിച്ചു. അതിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി കേരളത്തിലുണ്ട്. ആരായിരുന്നു? അതാ പറഞ്ഞത്. അതാ പറഞ്ഞത്, ചരിത്രം വായിക്കുകയോ പഠിക്കുകയോ പോകണം. ആരാ? കണ്ണൂരിലെ പത്രക്കാർക്ക് അറിയില്ല, അതിന് വ്യക്തമായില്ലേ? എന്നാൽ അത് KPR ഗോപാലനാണ്. മനസ്സിലായോ? 1940 സെപ്റ്റംബർ 15 ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് ആ പടനയിച്ച KPR ഗോപാലിനെ തൂക്കാൻ വിധിച്ചിട്ടുണ്ട്. ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് അവസാനം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. ആ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവിടെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കണ്ണൂരിൽ എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവിനെതിരെ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു ടോൺ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.